ഹായ്. ടാരോ കാർഡ് റീഡിങ്ങുകൾ സ്ഥിരമായി കാണാറുണ്ടോ? ടാരോ കാർഡുകൾക്ക് നമ്മളെ നയിക്കാൻ കഴിയുമോ? ഈ വീഡിയോ തുറന്ന മനസ്സോടെയും താങ്കളുടെ വിമർശനാത്മകമായ കണ്ണുകൾ തുറന്നു പിടിച്ചും കാണണം എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം ശ്രീ ബുദ്ധൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഒന്നും വിശ്വസിക്കരുത്, അത് ഞാൻ പറയുന്നതാണെങ്കിലും. ആ വരികൾ കോട്ട് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഞാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ്. ഞാൻ എൻ്റെ പാഷൻ കൊണ്ട് ഇപ്പോൾ ടാരോ കാർഡ് പഠിപ്പിക്കുന്നു. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ സ്റ്റഡി ഫ്രം മീ. എൻ്റെ ഒരു 5 ദിവസത്തെ ക്ലാസ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആയിരക്കണക്കിന് വീഡിയോകളിൽ നിന്നും എൻ്റെ വീഡിയോ തിരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. സമീപകാലത്ത് ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പ്രമുഖ പത്രങ്ങളിൽ ടാരോ കാർഡുകളെ കുറിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ മാർച്ച് 2024 വന്ന ഒരു ആർട്ടിക്കിളാണ്, അതായത് ടാരോ കാർഡുകൾക്ക് എങ്ങനെയാണ് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ആർട്ടിക്കിളിലെ ഒരു തുടക്കം തന്നെ പറയുന്നത് ടാരോ കാർഡുകളെ കുറിച്ച് സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിരുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ആർട്ടിക്കിൾസ് വരുന്നത്. അപ്പോൾ ടാരോ കാർഡുകളെ കുറിച്ച് പൊതുവെ എല്ലാ ആർട്ടിക്കിൾസിലും പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഇത് നമ്മുടെ ഒരു സെൽഫ് റിഫ്ലക്ഷനും പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഉൾക്കാഴ്ച നൽകുന്നതിനുമുള്ള ഒരു കൗതുകകരമായിട്ടുള്ള ഒരു ഉപകരണമാണ് എന്ന് തന്നെയാണ്. പക്ഷേ അതേസമയം അവർ ചില വാർണിങ്ങുകൾ നൽകുന്നുണ്ട്. ഇത് ഏത് ടാരോ കാർഡ് റീഡിംഗ് കാണുന്ന വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടാരോ കാർഡ് റീഡിംഗ് കാണുമ്പോൾ ഒരു തുറന്ന മനസ്സോടെ വേണം കാണാൻ. അതായത് ഒരു സങ്കുചിതമായ ചിന്താഗതിയോ അല്ലെങ്കിൽ അതെല്ലാം അന്ധവിശ്വാസമാണെന്നോ എന്നുള്ള ഒരു ധാരണയിലല്ല, തുറന്ന മനസ്സോടെ ഒരു സയന്റിഫിക് മൈൻഡോട് കൂടിയിട്ടാണ് കാണേണ്ടത്. പിന്നെ എല്ലാ റീഡിങ്ങുകളും നമ്മളൊരു എലമെന്റ് ഓഫ് സ്കെപ്റ്റിസിസം, നമ്മളിലുള്ളൊരു സംശയാലും ഉണ്ട്, അത് എന്തായാലും പുറത്തു വരണം. ഒരു വിമർശനാത്മകമായ കണ്ണുകൾ തുറന്നു പിടിച്ച് വേണം ഈ വീഡിയോ അടക്കം എല്ലാ വീഡിയോയും കാണാൻ. അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. കാരണം ടാരോ കാർഡ് റീഡിങ് പിടിച്ചു നിൽക്കുന്നത് ആ റീഡറുടെ കഴിവിലാണ്. ഉദാഹരണത്തിന് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കുന്നു. ബ്ലഡ് ടെസ്റ്റ് നോക്കി നമ്മുടെ അസുഖം എന്താണെന്ന് കൃത്യമായിട്ട് വായിക്കാനുള്ള കഴിവ് ആ ഡോക്ടർക്കാണുള്ളത്. പക്ഷെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് ഏത് ഡോക്ടർക്കും അത് പറയാൻ പറ്റും. പക്ഷെ ടാരോ കാർഡുകൾ അങ്ങനെയല്ല. അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് മീനിങ്ങൾ പലപ്പോഴും ഇല്ല. കാരണം ചിലവർ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്യുന്നു, ചിലർ മോഡേൺ ഫോളോ ചെയ്യുന്നു, ചിലർ വെറും ഇൻറ്റ്യൂഷൻ മാത്രം ഉപയോഗിച്ചാണ് വായിക്കുന്നത്. കാരണം അവർ ടാരോ കാർഡുകളുടെ ഇതൊന്നും ഇതാക്കില്ല. അതിലൊന്നും തെറ്റില്ല, അതിലൊന്നും തെറ്റുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ടാരോ കാർഡ് പ്രാക്ടീസ് ചെയ്യുന്നവർ വായിക്കേണ്ട ചില ബുക്കുകളും ചില അറിവുകളും ഉണ്ട്. അതുള്ളവർക്ക് കുറെ കൂടി നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഇനി 5 ഗുണങ്ങളാണ് ടാരോ കാർഡുകളുടെ ഞാൻ പറയുന്നത്. അതിലൊന്ന്, ടാരോ കാർഡുകൾക്ക് നമുക്ക് ഗൈഡൻസ് നൽകാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഞാൻ എടുത്തു പറയണ, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് ജീവിതത്തിൽ അദ്ദേഹം ഒരു തൊഴിലിൽ ഏർപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ആ തൊഴിലിൽ ശമ്പളം കിട്ടുന്നുണ്ട്, ഹി വാസ് ഹാപ്പി ഇൻ ദാറ്റ്. പക്ഷേ അദ്ദേഹത്തിന്റെ പാഷൻ എന്ന് പറയുന്നത് അതായിരുന്നില്ല. അപ്പോ ഒരു 10, 35, 40 വയസ്സ് വരെ എന്നും 40 വയസ്സ് എന്നുള്ള വാക്ക് തന്നെ പറയണം, ഇദ്ദേഹം ഒരു മനസ്സിനുള്ളിൽ ഭയങ്കര ഒരു കലഹമാണ്. അങ്ങനെയാണ് ഇദ്ദേഹം ടാരോ കാർഡ് റീഡിങ്ങിന് വരുന്നത്. വന്ന് കാർഡ് സ്പ്രെഡ് വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പാഷൻ ഫോളോ ചെയ്യാനാണ് വന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് 10-15 വർഷമായിട്ടുള്ള ജോലിയാണ്, അത് കളഞ്ഞിട്ട് പോകണോ എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അങ്ങനെ മൾട്ടിപ്പിൾ റീഡിങ്സ് നടത്തി അവസാനം അദ്ദേഹം ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ജോലിയിൽ നിന്ന് ഒരു 2-3 വർഷം ഒരു ബ്രേക്ക് വേണമെന്ന് പറഞ്ഞു. കമ്പനി അത് സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ പാഷൻ പെയിന്റിംഗ് ആയിരുന്നു. അതിൽ വന്നു തുടക്കം. ഇപ്പോൾ ഇൻസ്റ്റ അതുപോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, ഒരു 6 മാസം സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാകാൻ തുടങ്ങി. വരുമാനത്തെക്കാളും കൂടുതൽ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം കിട്ടി. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, അദ്ദേഹം ആ ഫീൽഡിൽ ഒരുപാട് എക്സ്പേർട്ട് ആയിരുന്നു. പെയിന്റിങ്ങിൽ ജോലിക്ക് പോകുമ്പോഴും അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നു. വെറുതെ പാഷനാണെന്ന് പറഞ്ഞ് അദ്ദേഹം വെറുതെ ഇരിക്കുന്നില്ല, ഹി വാസ് എൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ്. ബട്ട് അതിൽ അദ്ദേഹത്തിന് വരുമാനം കിട്ടിയിരുന്നില്ല. അപ്പോൾ നിങ്ങളിത് കേട്ട് എൻ്റെ പാഷൻ ഇതാണ് എന്ന് പറഞ്ഞ് ചാടി പുറപ്പെടാനല്ല ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക, അതാണ് ഞാൻ പറഞ്ഞത്, ആ ക്രിയ നമ്മളൊരു വിമർശനാത്മകമായിട്ട് നമ്മുടെ കഴിവുകൾ തുലനം ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ പാഷൻ ഫോളോ ചെയ്യാൻ. അല്ലാതെ തൊഴിൽ കളഞ്ഞ് പാഷൻ ഫോളോ ചെയ്യണം ടാരോ കാർഡ് വെച്ച് എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇമോഷണൽ ഹീലിംഗ്, ഇത് ഒരു എനിക്കറിയാവുന്ന ഒരു എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ഒരുമിച്ച് പഠിച്ചതായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് ഇമോഷണൽ പ്രശ്നങ്ങൾ അവർക്ക് ജീവിതത്തിൽ, എസ്പെഷ്യലി സെൽഫ് ഡൗട്ട്, ആങ്സൈറ്റി, ഒരുപാട് പ്രശ്നം, ഒരു വീട്ടമ്മയായിരുന്നു അവർ. അപ്പോൾ അങ്ങനെയാണ് അവർ ടാരോ കാർഡിലേക്ക് ആകർഷകമായിട്ട് ടാരോ കാർഡ് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച് അവർ സെൽഫ് റീഡിംഗ് ഒക്കെ നേടിയപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്ക് ഒരുപാട് ഇന്നർ സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളത്. കാരണം അവർക്ക് കിട്ടുന്ന ടാരോ കാർഡുകളെല്ലാം അവരുടെ ആന്തരിക ശക്തിയെ കുറിച്ചിട്ടുള്ളതായിരുന്നു.
അങ്ങനെ ഇവരെന്നോട് ചോദിച്ചു, ഇങ്ങനെയാണ് കാർഡുകൾ മൾട്ടിപ്പിൾ ടൈംസ് വരുന്നതെന്നും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇന്നർ റിസോഴ്സ് ടാപ്പ് ചെയ്യണം. അങ്ങനെ ഈ വ്യക്തി അത് ടാപ്പ് ചെയ്യുകയും ഇപ്പോൾ അവർ ഒരു എന്താ പറയുക പാർട്ട് ടൈം ആയിട്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. അവർ ആഡ്സിന് ഇത് എഴുതി കൊടുക്കുന്നുണ്ട്. എല്ലാം വീട്ടിലിരുന്നിട്ട് തന്നെയാണ്. പക്ഷേ അവരവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിയത് ഈ ടാരോ കാർഡ് വെച്ചിട്ടാണ്. അപ്പോൾ പലപ്പോഴും നമുക്കൊരു എന്താ പറയുക ഒരു ഇമോഷണൽ ഹീലിംഗ്, അവരുടെ ഒരു പല പ്രശ്നങ്ങളും ഈ ഒരു ജോലിയിലേക്ക് അവർ ഡൈവേർട്ട് ആയപ്പോൾ മാറി. ഇനി മൂന്നാമതെന്ന് പറയുന്നത് സ്ട്രെസ് റിലീഫാണ്. ഇമോഷണലി ഭയങ്കര പലർക്കും സ്ട്രെസ് ഉള്ള ആളാണ് നമ്മളെല്ലാവരും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേറൊരു സുഹൃത്തിൻ്റെ കഥയാണ്. ഭയങ്കര സ്ട്രെസ്ഫുൾ ജോബായിരുന്നു അദ്ദേഹത്തിന്. രാവിലെ തൊട്ട് രാത്രി വരെ ഒരുപാട് യാത്ര ചെയ്യണമായിരുന്നു. നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു ജോബായിരുന്നു. ഞാൻ ഏത് പ്രൊഫഷനാന്ന് പറയുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനമുണ്ട്, പക്ഷെ സന്തോഷമില്ല. അങ്ങനെയാണ് ഇദ്ദേഹം ഈ ടാരോ കാർഡിലേക്ക് വരുന്നത്. വന്നിങ്ങനെ പഠിച്ച് റീഡിങ് നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇദ്ദേഹത്തിന് സെയിൽസിലായിരുന്നു ഇദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് സെയിൽസ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് കാണുന്ന ആളായിരുന്നു. പക്ഷേ ഇദ്ദേഹം ചെയ്യുന്നത് സെയിൽസ് ആണ്, പക്ഷെ ആന്തരികമായിട്ട് ഈ പണി തെറ്റാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല ഡീലുകൾ. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവസാനം ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങില്ല. അങ്ങനെ ഇത് മനസ്സിലായപ്പോൾ പിന്നെ അദ്ദേഹം അതിൻ്റെ റൂട്ടിലേക്ക് പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ചെറുപ്പകാലത്ത് ഉണ്ടായ ഒരു നെഗറ്റീവ് അനുഭവമാണെന്ന് മനസ്സിലായി. അത് ടാപ്പ് ചെയ്തു. സെയിൽസ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് മാറി. സെയിൽസ് എന്ന് പറയുന്നത് ആവശ്യമുള്ളവർ വാങ്ങുന്നതാണ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമുള്ളവരെ വാങ്ങുള്ളൂ. അത് തെറ്റല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് സ്ട്രെസ്സ് മാറി. പിന്നെ അദ്ദേഹത്തിന് ആ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇതൊക്കെ ഒരു 2-3 വർഷം കൊണ്ട് എടുത്ത കാര്യമാണ് കേട്ടോ. ടാരോ കാർഡ് നോക്കി പെട്ടെന്നൊന്നും വരില്ല. അപ്പോൾ ഞാൻ പറയുന്നത് സ്ട്രെസ് റിലീഫിനും ടാരോ കാർഡ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ 3 എന്ന് പറയുന്ന എംപവർമെൻ്റ് ആണ്. ഇതും ഒരു എന്താ പറയുക തൊഴിലുള്ള ഒരു ലേഡിയുടെ കഥ തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വരുമാനം വളരെ കുറവാണ്. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും. ആളുകൾ പല കാര്യങ്ങൾക്കും വിളിക്കാറുണ്ട് അവർ കുറേ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ അതിനൊന്നും വരുമാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവർ ഈ ടാരോയിലേക്ക് ആകർഷകമായിട്ട് വരുന്നത്. അപ്പോൾ ടാരോ വെച്ച് ചെറിയ റീഡിങ്ങുകൾക്ക് ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് നടത്തി കൊടുത്തു. പിന്നെ വിളിക്കുന്നവർ പറഞ്ഞു റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സന്തോഷത്തോടുകൂടി അവർക്ക് 100, 200, 250 രൂപയൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ അവർ 1-2 മണിക്കൂർ അതിനുവേണ്ടി സമയം കണ്ടെത്തി വായിക്കും. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത്. പക്ഷേ ഷീസ് ഓൾസോ മേക്കിംഗ് മണി. അപ്പോൾ മാസം അവരൊരു 10,000-15,000 രൂപ ഈ ടാരോ റീഡിങ്ങിൽ, അതും 3-4 വർഷം കൊണ്ടാണ് കേട്ടോ. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ നാളെ ടാരോ പഠിച്ചാൽ മറ്റന്നാൾ കാശ് കിട്ടുന്നല്ല. പക്ഷേ അവർക്കൊരു സെൽഫ് എംപവർമെൻറ്റ് കിട്ടിയത് ഈ ടാരോയിലൂടെയായിരുന്നു. ഇനി ഏറ്റവും അവസാനം പ്രോബ്ലം സോൾവിങ് ആയിരുന്നു. ഇതും ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഇതുമായിട്ടുള്ള കഥയുണ്ട്. ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു ചോയ്സ്. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് ടാരോ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ഞാൻ പറയുന്നത് പെട്ടെന്ന് നടക്കുമെന്നോ എന്നുള്ളതല്ല, എല്ലാവർക്കും നടക്കുമോ എന്നുള്ളതല്ല. പക്ഷേ ടാരോ ഉപയോഗിച്ച് ഇതെല്ലാം എന്താ പറയുക നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടാരോ എന്ന് പറയുന്നത് ഒരു നല്ല ടൂളാണ് പേഴ്സണൽ ഗ്രോത്തിനും സെൽഫ് റിഫ്ലക്ഷനും. പക്ഷെ അതേസമയം ഡോക്ടർക്ക് ഒരു പരിഹാരമല്ല. അസുഖം വന്നാൽ ഡോക്ടറെ കാണണം, പിന്നെ കേസിന് അഡ്വക്കേറ്റിനെ കാണണം, പിന്നെ തെറാപ്പികൾക്ക് അതിനൊക്കെ പോയിട്ട് ആളുകളെ തന്നെ കാണണം. പക്ഷേ നോർമലായിട്ടൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ചില കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് പക്ഷേ നിങ്ങൾക്ക് ഈ ടാരോ കാർഡ് മനസ്സിലാക്കിയാൽ ഒരു ഇത് നൽകാൻ പറ്റും. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ ടാരോ കാണുമ്പോൾ വിമർശനാത്മകമായിട്ട് കാണണം. അതിൽ നമ്മുടെ ഒരു എന്താ പറയുക ക്രിട്ടിക്കലായി തുറന്നു വയ്ക്കണം. അതേസമയം ഇതിൻ്റെ ചില ഗുണങ്ങളുണ്ട്. അത് അനുഭവിച്ചു നോക്കൂ. നിങ്ങൾക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ വർക്കാവട്ടെ. ഇനി വർക്കാവുന്നില്ലെങ്കിൽ അത് ഫോളോ ചെയ്യണ്ട. കാരണം അത് എന്താ പറയുക, ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല എന്ന് പറഞ്ഞ പോലെ വർക്കാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സൗഖ്യം നേരുന്നു. ഇനി നിങ്ങൾക്ക് ടാരോ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ഒരു 5 ദിവസം നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്.